എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നത്? ഒരു ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. 3 പേരെ കാണാതായിരിക്കുന്നു. നമുക്ക് കൂടുതൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താനും സാധ്യമാകുന്നില്ല. ഏതായാലും ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സും മറ്റുള്ള ആളുകളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു സ്ലാബ് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും സ്ലാബ് മാറ്റിയാൽ 3 ആളുകളെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു നിലയിലാണ് പ്രതീക്ഷ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ജനപ്രതിനിധികളടക്കമുള്ള ആളുകളോടെയുണ്ട്. 3 ആളുകളും മുന്നേ പുറകെ ഓരോ ആളുകൾ വീതം ഇറങ്ങിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. മലിനക്കുഴികളൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ പലപ്പോഴും വേണ്ടത്ര സുരക്ഷാ മാർഗങ്ങൾ അല്ലേ ഉപയോഗിക്കാതെയാണ് ഇത്തരം അതൊരു സുരക്ഷാ മാർഗം. പ്രത്യേകിച്ച് ഇവര് തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് പരിചയമുള്ള ആളുകളാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ അതൊന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രക്ഷാകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും 10-15 മിനിറ്റിനകത്ത് തന്നെ ആളുകൾ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ. ശരി വളരെ നന്ദി ശ്രീ ഡി കുര്യാക്കോസ് പ്രതികരണം അറിയിച്ചപ്പോൾ.